ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ ചൊല്ലി പാർലമെന്റിന് അകത്തും പുറത്തും വലിയ പ്രതിഷേധമുയരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച കരാറിൽ ഇനിയും വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ കാർഷിക വിപണി അമേരിക്കയ്ക്ക് കരാറിലൂടെ തുറന്നുകൊടുത്തോ എന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. കർഷക താൽപര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും അമേരിക്കയുടെ പ്രതികരണം അങ്ങനെയല്ല. ഈ കരാറിൽ എന്താണ് ആശങ്കപ്പെടുത്തുന്നത്? എന്തിനൊക്കെയാണ് ഉത്തരം കിട്ടേണ്ടത്? ആ റിപ്പോർട്ടിലേക്കാണിനി ന്യൂസ് ഡെസ്കിൽ നിന്ന് സരുണേ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കാണാച്ചരടിലോ കരാർ. नियोजित तरीके से बेल में आकर नारेबाजी करने का कोई तर्क है क्या? ഇന്നലെയും ഇന്നുമായി പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി. ഇന്ത്യൻ ഭരണകൂടത്തെ ഇരുട്ടിൽ നിർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വ്യാപാര കരാറിൽ വ്യക്തത വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. രാജ്യത്തെ കർഷകരുടെ താൽപര്യം പ്രധാനമന്ത്രി അവഗണിച്ചെന്നും ട്രംപിന് മുന്നിൽ കീഴടങ്ങിയെന്നും മുദ്രാവാക്യങ്ങൾ ഉയർന്നു. പ്രതിപക്ഷ സമരം ശക്തമായതോടെ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടു. കർഷക താൽപര്യം സംരക്ഷിക്കുമെന്ന ഒഴുക്കൻ പ്രസ്താവന മാത്രം. അതിന്റെ ആവർത്തനമാണ് ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും നടത്തിയ പ്രസ്താവനകളും. भारतीय पक्ष अपने संवेदनशील क्षेत्रों विशेषकर कृषि और दुग्ध क्षेत्रों के हितों की रक्षा सुनिश्चित करने में सफल रहा है. പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉന്നയിച്ച ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണാധികാരികളെ പങ്കെടുപ്പിക്കാതെ ഡൊണാൾഡ് ട്രംപ് ഒരു രാത്രിയിൽ കരാർ പ്രഖ്യാപിച്ചത്? പാർലമെന്റ് പോലും അറിയാത്തത് എന്തുകൊണ്ട്? ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിലുള്ള മറുപടിയിൽ കരാറിനെക്കുറിച്ച് പറയാതെ തീരുവ നീക്കിയതിൽ മാത്രം പ്രധാനമന്ത്രി നന്ദി പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ കാർഷിക വിപണി അമേരിക്കയ്ക്ക് തുറന്നുകൊടുത്തോ? റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് ഇന്ത്യ ഉറപ്പുകൊടുത്തോ? ചോദ്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപനം നടത്തി 2 ദിവസം കഴിഞ്ഞിട്ടും ഇതിലൊന്നും മറുപടി പറയാൻ കേന്ദ്രത്തിനായിട്ടില്ല. സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കരാർ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നാണ് വിശദീകരണം. മാസങ്ങൾക്ക് മുൻപേ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിന്മേൽ ചർച്ച നടത്തിയിരുന്നു. കാർഷിക ക്ഷീരമേഖലകളിലെ വ്യവസ്ഥകളെ ചൊല്ലി ചർച്ചകൾ വഴിമുട്ടുകയായിരുന്നു. അമേരിക്കൻ കാർഷിക ക്ഷീരോൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ വിറ്റഴിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. വിട്ടുവീഴ്ചയ്ക്ക് അമേരിക്കയും. ഇപ്പോൾ ആ സാഹചര്യം എങ്ങനെ മാറി? ഇന്ത്യ അമേരിക്കൻ വ്യാപാര കരാറിൽ വിസ്മയമുണ്ടാക്കുന്ന രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരം കാര്യങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വ്യാപാര കരാറുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കരാറ് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അനൗൺസ് ചെയ്യുന്നത്. എല്ലാം ട്രംപ് തീരുമാനിച്ചതനുസരിച്ചിട്ട് മോഡി സറണ്ടർ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പോലും അമേരിക്കൻ പ്രസിഡന്റാണ് പ്രഖ്യാപനം നടത്തുന്നത്. ഈ അമേരിക്കൻ പ്രസിഡന്റ് അത് പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനവും കൂടെ അങ്ങ് ട്രംപിനെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി മോഡി. ഇന്ത്യയിലെ വലിയ വിപണിയിലേക്ക് ഗ്രാമീണ അമേരിക്കയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ വിറ്റഴിക്കപ്പെടുമെന്നാണ് ഇന്നലെ US സെക്രട്ടറി ഓഫ് അഗ്രികൾച്ചർ ബ്രൂക്ക് റോളിൻസ് പ്രതികരിച്ചത്. അങ്ങനെയെങ്കിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങിയെന്ന പ്രതിപക്ഷ ആരോപണം ശരിയെന്ന് കരുതേണ്ടി വരുമോ? ഒഴുക്കൻ മട്ടിലെ പ്രസ്താവനയ്ക്കപ്പുറം കേന്ദ്രം ഇക്കാര്യം വിശദീകരിച്ചിട്ടില്ല. वो अदानी जी को टारगेट नहीं कर रहा है, वो नरेंद्र मोदी के फाइनेंशियल स्ट्रक्चर को टारगेट कर रहा है. एप्स्टाइन फाइल्स में अभी और माल है, वो अभी रिलीज नहीं हुआ है. इसीलिए इस दबाव में आकर एप्स्टाइन फाइल्स में जो है जो पूरा देश जानना चाहता है मगर अभी अमेरिका ने रिलीज नहीं किया है. ജനുവരി അവസാനം ഏറെ പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ യൂണിയൻ നേതാക്കളും സംയുക്ത പ്രസ്താവനയും നടത്തി. ഇതുപോലെ പ്രഖ്യാപിക്കേണ്ടിയിരുന്ന മറ്റൊരു കരാറാണ് ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാടകീയമായും ഏകപക്ഷീയമായും തന്റെ സമൂഹമാധ്യമ പോസ്റ്റിലൂടെ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം സ്ഥിരീകരിക്കാൻ മാത്രമാണ് ഇന്ത്യൻ ഭരണാധികാരികൾക്ക് അവസരം ലഭിച്ചത്. വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിൽ ഉഭയകക്ഷി കരാറിന് ധാരണയാകുമ്പോൾ അത് പ്രഖ്യാപിക്കേണ്ട രീതി
ഇതാണോ എന്ന ചോദ്യവും ബാക്കിയാണ്. പൊതുജനം കഴുതയല്ല സാർ. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെയുള്ള ചില രാഷ്ട്രീയ നിലപാടുകളോടെയുള്ള പ്രതികരണങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വായിക്കുന്നില്ല. പ്രേക്ഷകർ തമ്മിൽ ഈ കമന്റ് ബോക്സിൽ അങ്ങനെ അടിയിടേണ്ട കാര്യവുമില്ല. ഏതായാലും ഈ കരാറുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ബാക്കിയാവുകയാണ്, സംശയങ്ങൾ ബാക്കിയാവുകയാണ്. അത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നതിന് പകരം അമേരിക്കയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സാമൂഹ്യ മാധ്യമത്തിൽ ഇങ്ങനെയൊരു കരാർ അത് സംബന്ധിച്ച ധാരണയായിരിക്കുന്നു എന്ന കാര്യവും അതിലെ ചില വിവരങ്ങളുമൊക്കെ പറയുകയാണ്. ഇന്ത്യ ഇനി റഷ്യൻ എണ്ണ വാങ്ങില്ല, വെനിസ്വേലയിൽ നിന്നായിരിക്കും എണ്ണ വാങ്ങുന്നത് എന്നതടക്കമുള്ള ചില പ്രഖ്യാപനങ്ങൾ ഡൊണാൾഡ് ട്രംപ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയും വിശദീകരണവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.